നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഒരു അടിപൊളി മാംഗോ ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കിയാലോ? ആദ്യമായി നമുക്ക് മാംഗോ പ്യൂരി തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന മാങ്ങ ചെറുതായി കട്ട് ചെയ്ത് മിക്സിയിലിടുന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അടുത്തതായി ഒരു പാനിലേക്ക് നമുക്കൊരു 1/2 ലിറ്റർ പാലെടുക്കാം. അതിലേക്ക് ഞാൻ ഏലക്കയുടെ സീഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാലൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 ടീസ്പൂൺ മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. പാലൊന്ന് കട്ടിയാകുന്നിടം വരെ നന്നായിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പാൽ അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ മാംഗോ പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കാം. മാംഗോ പ്യൂരി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. രണ്ടും കൂടെ നന്നായി മിക്സ് ആവുന്നത് പോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അടുത്തതായി നമുക്ക് ബ്രെഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. ഞാൻ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ബ്രെഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അടുത്തതായി ഒരു ചെറിയ കപ്പിലേക്ക് നമുക്ക് കുറച്ച് മാംഗോ പ്യൂരി ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും ക്രഷ് ചെയ്ത നട്ട്സ് പൗഡറും കൂടെ നമ്മളിവിടെ ആഡ് ചെയ്യാം. നമുക്ക് നന്നായി ഇളക്കി ബ്ലെൻഡ് ചെയ്തെടുക്കാം. അടുത്തതായി നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ബ്രെഡിലേക്ക് ഈ പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്കൊരു പാത്രത്തിലേക്ക് അറേഞ്ച് ചെയ്യാം. ബ്രെഡ് ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പാല് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് ഞാൻ ചെറുതായി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പിസ്തയും ആൽമണ്ടും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടെ ആഡ് ചെയ്യുകയാണ്. നമുക്കിതൊരു 3 to 4 hours ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുത്താൽ എല്ലാം കൂടെ നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ബ്രെഡ് പുഡിംഗ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.